യൂറിയെ അവഗണിച്ച് അവിടെ നിന്ന് പുറത്തു കടക്കാൻ അവർ തീരുമാനിക്കുന്നു. ഉടൻ തന്നെ ബേസ്മെന്റിലേക്ക് പോകാൻ ആന്റന്റെ ഫ്ളാറ്റിന്റെ തറ പൊളിക്കുന്നു അവർ. ടിമ്മും ഒലീവിയയും ചേർന്ന് ആന്റന്റെ ഫ്ളാറ്റിൽ നിന്ന് ബേസ്മെന്റിലേക്ക് ഇറങ്ങുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള വഴി തേടുന്നു അവർ. അങ്ങനെ സബ്വേയിലേക്ക് പോകാനുള്ള വാതിൽ അവർ കണ്ടെത്തുന്നു. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കോടാലി കൊണ്ട് ആ വാതിലിന്റെ പൂട്ട് പൊളിക്കുന്നു അവർ. എന്നാൽ വാതിൽ തുറന്ന അവർ വീണ്ടും അവിടെ മതിൽ കാണുന്നു. അപ്പോഴേക്കും യൂറി ഒഴിച്ച് ബാക്കി എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇത് കണ്ട് അവർക്ക് സഹിക്കാനായില്ല. എല്ലാവരും വീണ്ടും പരാജയപ്പെടുന്നു. ദേഷ്യത്തിൽ മാർവിൻ ഓസ്വാൾഡിന്റെ തോക്കുകൊണ്ട് ആ മതിലിലേക്ക് വെടിവെക്കുന്നു. എന്നാൽ കാന്തിക ശക്തിയുള്ള മതിലായതിനാൽ ആ ബുള്ളറ്റുകൾ അവരുടെ നേർക്ക് തന്നെ വരുന്നു. എല്ലാവരും ഉടൻ തന്നെ രക്ഷപ്പെടാനായി തറയിലേക്ക് വീണെങ്കിലും ഓസ്വാൾഡിന് വെടിയേൽക്കുന്നു. അവിടെ വെച്ച് ഓസ്വാൾഡ് മരണമടയുന്നു. ഓസ്വാൾഡ് മരിച്ചതിനാലും പുറത്തു കടക്കാനാകാത്തതിനാലും നിസ്സഹായരായി അവർ അവിടെ ഇരിക്കുന്നു. അവിടെ വെച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം സിമിലർ ആയിട്ടുള്ളത് കൊണ്ടാകാം നമ്മൾ അവിടെ അകപ്പെട്ടിരിക്കുന്നതെന്ന് അന്ന പറയുന്നു. അതായത് 15 വയസ്സുള്ളപ്പോൾ തനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റിൽപ്പെട്ട താൻ മരണത്തോട് മല്ലടിച്ചിരുന്നു. അതുപോലെ മരണം മുൻപിൽ കണ്ട എന്തെങ്കിലും നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് അന്ന ചോദിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ക്യാൻസർ ബാധിച്ച മൂലം തന്റെ അമ്മ മരിക്കുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് ലിയ പറയുന്നു. യൂറി ഒരു പോലീസ് ഓഫീസർ ആണെന്നും താനൊരു ക്രിമിനലിനെ ഡ്യൂട്ടിക്കിടയിൽ കൊന്നിട്ടുണ്ടെന്നും യൂറി പറയുന്നു. പെട്ടെന്ന് എല്ലാവരും ടിമ്മിനെയും ഒലീവിയെയും നോക്കുന്നു. അവർക്ക് ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്.